ചൂടുവെള്ളം കുടിച്ചാലൊന്നും പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ. എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ? ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു. കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്തു പറ്റി? ഇങ്ങ് തന്നേച്ചാ മതി, ഞാൻ പുരട്ടിക്കോളാം. ആയിക്കോട്ടെ. അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ടിങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്റെ ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തണ്ടിത്തരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്. ഇന്ന് തന്റെ ജോലി തീരും. സേതുട്ട് വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ, ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. വെരി ഗുഡ്. മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കുളമാക്കി തരാം. ശരിയാ? ഓ, ടാക്സി യാത്ര മുതലാവൂല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ഏറാമൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് 1-2 ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പുരട്ടാൻ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. എന്ത്? തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. വട്ട് തന്നെ ആണോ? മുതലാളി എന്താ എന്താ ചതിച്ചു. മുതലാളിയുടെ അമ്മാവൻ വലിയോട് വലി, ഭയങ്കര ആസ്മ. ഡോക്ടറെ വിളിച്ചു. എല്ലാരും മുതലാളി അന്വേഷിക്കാണ് അവിടെ. ഇത്രയും ക്രോണിക്കായ അസുഖം വെച്ചിട്ട് ആരെങ്കിലും ഊട്ടിയിലേക്ക് വരുമോ? വയസ്സാവും തോറും മനുഷ്യന് ബുദ്ധിയില്ലാണ്ടായാലും എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരണ്ട അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. ചൂടുള്ള ബ്രാൻഡിയിൽ കുരുമുളക് ഇട്ട് കൊടുത്താ മൊത്തം നിക്കില്ല ഇത്. അപ്പൂപ്പൻ ചാവാൻ പോവാണോ? സേതു വന്നു. അമ്മാ, നിങ്ങളാണോ ഗ്രൂപ്പ് ലീഡർ? ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? പേഷ്യന്റിനെ 1 സെക്കൻഡ് ഇവിടെ നിർത്തണ്ട. എത്രയും പെട്ടെന്ന് ഊട്ടി വിട്ട് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ. അമ്മാവനെ ഐസിയുന്ന് വാർഡിലോട്ട് മാറ്റി. ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു എന്ന് പറയാം. പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ടത്രേ. അലോപ്പതി ഡോക്ടേഴ്സ് എന്നാ പറയുന്നത്? ഹൈദരാബാദിൽ പോയിട്ട് മീൻ വിഴുങ്ങാൻ മതിയെന്ന്. ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ വിഴുങ്ങാൻ വേണ്ടി ഹൈദരാബാദിന് പോകേണ്ടത്. എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികളുള്ള ഒരു കുടുംബത്തിന്റെ ഏർപ്പാടാണത്രേ. കേട്ടപ്പോ കൊള്ളാൻ തോന്നി. ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് സേതു?
കുഴപ്പമൊന്നുമില്ല ചാ, 2-3 ദിവസം കൂടെ കിടക്കേണ്ടി വരും. ഓ ദൈവം കാത്തു. ബഹളത്തിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഊട്ടി യാത്ര? അത് ഭയങ്കര രസമായിരുന്നു അച്ഛാ. അവിടുത്തെ താമസമായിരുന്നു ഏറ്റവും രസം, അല്ലേ ഏട്ടാ? ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ, പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര. ഊട്ടിയിൽ ഇനി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ആണോ? മനസ്സും കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ. ഇനി അടുത്തെങ്ങാനും വല്ലയിടത്ത് പോവാൻ പരിപാടി ഉണ്ടോ? ഇനി ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നുണ്ട്, അല്ലേ ഏട്ടാ? മീൻ വിഴുങ്ങാൻ. അല്ല അച്ഛാ, അത് ഈ ആസ്മയുടെ ചികിത്സയ്ക്ക് അമ്മാവനെ കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ. മീൻ വിഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് അത്രേ. സേതു ബാ. ആശയ്ക്ക് തരക്കേടില്ലാത്തൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാ, സ്കൂൾ മാസ്റ്റർ. കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, സൽസ്വഭാവിയാ. നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം വല്ല വിധേനയും ഒന്ന് നടന്നു കണ്ടാൽ മതി. അത്രേ ഉള്ളൂ ആഗ്രഹം. നമുക്ക് നടത്താം അച്ഛാ. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എന്ത് ധൈര്യത്തിലാ ഈ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. എന്തായി? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. നാളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവന്റെ അമ്മൂമ്മയ്ക്ക് വായിക്കിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്ക്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഉരുട്ടി വിഴുകട്ടെ. അതിനുള്ള കാശ് എന്നാ പണയം വെക്ക. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ദേ ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വലിയേട്ടൻ നേരത്തെ ഇങ്ങി പോകുന്നല്ലേ? നിന്നെ കണ്ടില്ല. വയറിംഗ് ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും. വലിയേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ. അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് വലിയേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട. ഏയ്, ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല. എന്നാലും വരണ്ട. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ. അതെ, അതാണ് എന്റെ ആഗ്രഹം. ഞാനിപ്പോ വന്നേ ഉള്ളൂ. അറിഞ്ഞോ? എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ, അടുത്ത ആഴ്ച അവളുടെ കല്യാണ. ഇൻവിറ്റേഷൻ ഉണ്ട്. പ്രത്യേകം കത്ത് വെച്ചോള്. നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം. വാച്ച് എവിടെ? നന്നാക്കാൻ കൊടുത്തു. സമയം അറിയാനേ? 1:57. ഊണ് കഴിക്കാം. ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യേ, ഇതാണോ സാമ്പാർ? നന്നായിട്ടുണ്ടല്ലോ. ചേട്ടത്തെ എങ്ങനല്ലേ പറയൂ. പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല. നോക്ക് സുലു, സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം, രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. എന്റെ പൊന്നിയിടത്തി, ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഊണ് കഴിക്കാൻ സാമ്പാറില്ലാതെ. സേതുട്ടാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു. എന്ത് പറ്റി? എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല. പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല. ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദി ചെയ്തിരുന്നു. കത്തില് സാമ്പാറിനെ പറ്റി എഴുതാ? വാ, കാണിച്ചു തരാം. വേടാ. സുലു, ഞാൻ ചിലപ്പോ എഴുതിയിട്ടുണ്ടാവാം. എഴുത്ത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഞാൻ തൊടുന്ന പൊട്ട്, ഞാൻ ഉടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവിളകൾ, ഇല്ല എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണേലും പറയാം.
ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചർച്ച. മതി, ഇതിന് പേര് പരിഹാസം എന്നാ. സർ, വലത്ത് കാല് വെച്ച് അകത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സാർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലിരിക്കും. ഒരു മിനിറ്റ്. ആ താൻ ആ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തേ. ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങിച്ചാ? ഓ വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ചാ? കുപ്പി വാങ്ങിച്ചു. പക്ഷേ എന്ത് പക്ഷേ? എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ? എവിടെ? അകത്തുണ്ട്. അതെന്ത് ചെയ്യുന്നു? അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നത് അയാളെ തകരാറാക്കൂ? ആവാൻ സാധ്യതയുണ്ട്. അത് നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അത് പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. എന്താണ് പറഞ്ഞേ? സാർ അതല്ല സാർ, അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ലാതെ സയ്യേ സാറിന്റെ അല്ല. അയ്യേ, ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ വെക്കുള്ളൂ, അതിലേ വെക്കുള്ളൂ. സാർ വലത്ത് കാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്ത് കാല് വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. മോന്തയ്ക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. ആ അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമിയുടെ അല്ലേ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ലേ? ഇയാൾ ആരാ? സാർ ഒരു വഴിപോക്കനാണ് സാർ. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് സാർ ഞാൻ നിക്ക് 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 നിക്ക്. മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ ഇരിടാ. ചേട്ടാ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴിന്ന് മാറണം. ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ചേട്ടാ. ഒപ്പിടുற പട്ടി. ഞാൻ എന്താ പറഞ്ഞേ? ഒപ്പിടുற പട്ടി, ചേട്ടാ. തെണ്ടി നായിന്റെ മോനെ. ചേട്ടാ. നിന്നെ എങ്ങനെയുണ്ട്? അവൻ പട്ടി. എടാ കേശവൻകുട്ടി, വണ്ടി എടുക്കടാ. വേഗം എടുക്കടാ വണ്ടി. എടാ, വേഗം എടുക്ക. സാറേ, നിന്നെ വേറൊരു കാര്യം പറയാനാ. നീ ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി. കള്ളുടിയാ. കള്ളൂടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായേന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു. നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലണോ? കൊല്ലണോ എന്നെ? എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിൽ കലക്കി കുടിക്കണോ? നീ എന്നെ ഇടാന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി ഓടുന്ന് വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി.